ശരിക്കും പറഞ്ഞാൽ വുമൺ കാർഡിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞു അനുമോള്. ഒരു ടാസ്ക് വന്നാലും വുമൺ കാർഡ്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുമ്പോഴും വുമൺ കാർഡ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അനുമോള്. പിന്നെ കച്ചറ വർത്താനവും. പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് കയറി കൂടണം. പക്ഷേ പുള്ളിക്കാരൻ്റെ ഷെഡ്യൂളുകൾ മൊത്തം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സീക്രട്ട് ടാസ്ക് ആയിരുന്നു. ഷാനവാസിനാണ് സീക്രട്ട് ടാസ്ക് കൊടുത്തത്. ഞാൻ വിചാരിച്ച ആദ്യം കൊളമായി എന്ന്. ഷാനവാസ് ആദ്യം പറഞ്ഞ പേര് ലക്ഷ്മീനെയാണ്, അതായത് സപ്പോർട്ടിന് വിളിക്കേണ്ട ആൾ ലക്ഷ്മീനെയാണ്. അക്ബറിനെ അവിടെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ടാസ്ക് വേണമെങ്കിൽ, സീക്രട്ട് ടാസ്ക് വേണമെങ്കിൽ കൊളമായനെ എന്ന് വേണമെങ്കിൽ പറയാം. ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അനീഷ് ആര്യൻ അക്ബർ ഫൈറ്റാണ് ഞാൻ കാണുന്നത്. അനീഷ് ബാത്റൂമിൽ പോയപ്പം ഷിറ്റ് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഗേൾസിനും ബോയ്സിനുമായിട്ട് സെപ്പറേറ്റ് ബാത്റൂം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ബോയ്സിൻ്റെ ബാത്റൂമിലാണ് കണ്ടത്. അപ്പോൾ അനീഷ് സാബുമാനോടാണ് ഈ കാര്യം പോയി പറയുന്നത്. സാബുമാൻ നേരെ ആര്യനോട്, അതായത് ബാത്റൂം ടീം ക്യാപ്റ്റനായ ആര്യനോട് പോയി പറയുന്നു. ആര്യൻ എന്നിട്ട് അത് ഫ്ലഷ് അടിച്ച് കളയുകയുണ്ടായത്. ആണുങ്ങളോടെല്ലാവരോടും, ആണുങ്ങളെല്ലാവരും കിച്ചൺ ടീമിലാണ് നിൽക്കുന്നത്, ഏറെക്കുറെ എല്ലാവരും. അപ്പോൾ അങ്ങോട്ട് നോക്കി പറയുകയാണ് ആര്യൻ, നിങ്ങൾ എന്താണ് ഫ്ലഷ് അടിക്കാത്തത്, ഇതെല്ലാത്തിനും ഞാൻ പുറകെ പോകണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അവിടെ ആ ഫ്രെയിമിൽ അനീഷ് ഉണ്ടായിരുന്നു. അനീഷ് ഇത് കയറി പിടിച്ചു. എന്നെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഫ്ലഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് കാണുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങ് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് അക്ബർ അവിടെ കാണുന്നുണ്ട്. അക്ബർ പറയുന്നു, നിങ്ങളോടല്ല പറഞ്ഞത്, എല്ലാവരോടും കൂടെയാണ് പറഞ്ഞത്, അതുകൊണ്ട് അവിടെ തീർന്നു. ഈവൻ അനീഷ് അവിടെ ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളടക്കം തെറ്റിദ്ധരിച്ചേക്കാം ഇത് അനീഷ് പറയുന്നത് ശരിയാണ് എന്ന്. പക്ഷേ അവിടെ അക്ബർ ഉണ്ടായതുകൊണ്ട് മാത്രം അനീഷിൻ്റെ സ്വരം താന്നു. അനീഷ് കുറ്റക്കാരനാണെന്ന് മനസ്സിലായി. അനീഷ് ഇതും കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു പ്രശ്നം ഉണ്ടാക്കണം, ആളാവണം എന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത്. പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് കയറി കൂടണം. പക്ഷേ പുള്ളിക്കാരൻ്റെ ഷെഡ്യൂളുകൾ മൊത്തം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഷെഡ്യൂളിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. ജയിൽ നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അനീഷും അനുമോളുമാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ വുമൺ കാർഡാണ് ഇറക്കുന്നത്. ടാസ്കിലായിക്കോട്ടെ, അല്ലാതെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലായിക്കോട്ടെ, ഈ വുമൺ കാർഡ് പുള്ളിക്കാരിയുടെ മെയിനാണ്, അല്ലെങ്കിൽ കരഞ്ഞു കാണിക്കുക. ഇന്നത്തെ ജയിൽ നോമിനേഷനിലും ഇത് കാണാനിടയായി. ശരിക്കും പറഞ്ഞാൽ വുമൺ കാർഡിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞു അനുമോള്. ഒരു ടാസ്ക് വന്നാലും വുമൺ കാർഡ്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുമ്പോഴും വുമൺ കാർഡ്. ഇതാണ് ശരിക്കും പറഞ്ഞ അനുമോള്. പിന്നെ കച്ചറ വർത്താനവും. ഒരാൾ താറടിക്കാൻ വേണ്ടി എന്താ പറയുന്നതെന്ന് പുള്ളിക്കാരിക്ക് പോലും അറിയില്ല. അവരുടെ ഫാമിലി എങ്ങനെ ഏറ്റെടുക്കും, പുറത്തുള്ള ജനങ്ങളെ എങ്ങനെ ഏറ്റെടുക്കും, പുള്ളിക്കാരിക്ക് എന്തും തോന്നിയതും വിളിച്ചു പറയാം. സ്റ്റാർ മാജിക് അല്ല അനുമോളെ ബിഗ് ബോസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നേരത്ത് നല്ല ജനങ്ങൾ പഞ്ഞിക്കിട്ട് പൊങ്കാലിടുന്ന അവസ്ഥയിലൂടെ അനുമോൾ കടന്നു പോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അനുമോൾ പറയുന്ന പല കാര്യങ്ങളും മിസ്മാച്ചാണ്. ഒരു സിറ്റുവേഷനെ കുറിച്ച് ആര്യനും അക്ബറും ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോളാണ് കൂടെ പോയത്. അനുമോൾ പോകാനുള്ള കാരണം ആദ്യം പറയുന്നത് അനുമോൾക്കും കൂടെ വിശക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോൾ അവരെന്തെങ്കിലും ഫുഡ് കട്ടെടുത്താലോ അതുകൊണ്ട് ഞാനും പോയി എന്നാണ്. പിന്നെ അനുമോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വിശന്നിട്ടല്ലേ, അവർക്ക് ഫുഡ് ഉണ്ടാക്കാനല്ലേ ഞാൻ പോയത്, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് മൂന്ന് സെനാരിയോസ് ആണ്. പുള്ളിക്കാരി മൂന്ന് സമയത്ത് പറഞ്ഞതാണ്. സോ ഇതിൽ നിന്ന് വ്യക്തമാണ് പുള്ളിക്കാരിനെ വെളുപ്പിക്കലാണ് പുള്ളിക്കാരി ചെയ്യുന്ന ടാസ്ക്. പിന്നെ അനീഷിനെ പറ്റിയ അമ്ലീനെ കുറിച്ചാണ്. അനീഷ് കഴിഞ്ഞ ആഴ്ചത്തെ, മുന്നിലത്തെ ആഴ്ചത്തെ, അതിൻ്റെ മുന്നിലത്തെ ആഴ്ചത്തെയൊക്കെ ജയിലിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജയിൽ നോമിനേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ, അവിടെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ള കാര്യം. ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി നോമിനേഷനും കൂടെ കഴിഞ്ഞിട്ടാണ് അനീഷിനെ വിട്ടത്. അപ്പോഴാണ് അനീഷിനെ അമ്ലി മനസ്സിലായത്. പുള്ളിക്കാരൻ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിൽ നോമിനേഷനിൽ, അതായത് ജയിലിലേക്ക് പോകേണ്ടതായതുകൊണ്ട് പുള്ളിക്കാരനെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കാൻ ആർക്കും പറ്റില്ല. അപ്പം തൊട്ട് പ്ലാൻ മാറ്റി അനീഷ്. പുള്ളിക്കാരൻ ഭയങ്കര സെൻറ്റിയാവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാപ്റ്റൻ ആവേണ്ടതായിരുന്നു, എനിക്ക് ക്യാപ്റ്റൻ ആവാനായിരുന്നു ആഗ്രഹം. പിന്നെ ജയിലിൽ കടന്നിട്ട് കുറച്ച് ഡ്രാമ. അതിന് മുന്നേയുള്ള അനീഷിനെയും പിന്നെ നമ്മുടെ നോമിനേഷൻ, അതായത് ക്യാപ്റ്റൻസി നോമിനേഷന് കഴിഞ്ഞിട്ടുള്ള അനീഷിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2-2 ജയിലിൽ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അനീഷിനെ ആ സമയം കാണാനിടയായി. പക്ഷേ ക്യാപ്റ്റൻസി നോമിനേഷൻ്റെ ആ സമയം എത്തിയപ്പം പുള്ളിക്കാരന് മനസ്സിലായി, പെട്ടല്ല പരിപാടി എന്ന്. ഇന്ന് ലൈവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി അത് കാണാൻ പറ്റും. എപ്പിസോഡിൽ നോക്കി അത് കാണാൻ പറ്റില്ല. അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്നത് ആര്യൻ, അക്ബർ, നെവിനാണ്. ഡിസേർവിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സീക്രട്ട് ടാസ്ക് ആയിരുന്നു. ഷാനവാസിനാണ് സീക്രട്ട് ടാസ്ക് കൊടുത്തത്. ഞാൻ വിചാരിച്ച ആദ്യം കൊളമായി എന്ന്. ഷാനവാസ് ആദ്യം പറഞ്ഞ പേര് ലക്ഷ്മീനെയാണ്, അതായത് സപ്പോർട്ടിന് വിളിക്കേണ്ട ആൾ ലക്ഷ്മീനെയാണ്. മിഡ് വീക്ക് എവിക്ഷൻ എന്ന ഫേക്ക് ടാസ്കിലേക്ക് ചൂസ് ചെയ്തത് ആദിലേനെയാണ് ഷാനവാസ്. അപ്പം 6 പേര് വോട്ട് ചെയ്യണം, 4 പേര് വോട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിലേ ഭൂരിപക്ഷം കിട്ടത്തുള്ളൂ. ഇത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഷാനവാസിനോട് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞ് പുറത്തേക്ക് വിട്ട ഷാനവാസ് ഒന്നും ചെയ്യാതെ പിന്നെയും ബിഗ് ബോസ് വിളിക്കേണ്ട വന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ കൊളമായി എന്ന്. ഈ കാര്യം ആദ്യം പറയുന്നത് സ്പോൺസർ ടാസ്കിൻ്റെ സമയത്താണ്. അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്നും ചെയ്യാതായപ്പോൾ എന്തായി ഷാനവാസ് എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്താണ് മറ്റേ ഈ നോമിനേഷൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ്.
ഞാൻ വണ്ടർ അടിച്ചു പോയി, ഇയാൾക്ക് ഇതൊന്നും എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ലക്ഷ്മീനെ മാറ്റാൻ പറഞ്ഞത് ബിഗ് ബോസ് ആണ് എന്ന് തോന്നുന്നു. ലൈവിൽ ആ സമയം കുറച്ചു നേരം മ്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയാണ് അക്ബറുടെ പേര് വരുന്നത്. അക്ബറിനെ അവിടെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ടാസ്ക് വേണമെങ്കിൽ, സീക്രട്ട് ടാസ്ക് വേണമെങ്കിൽ കുളമായനെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഷാനവാസും അക്ബറും കൂടെ ഈ സീക്രട്ട് ടാസ്ക് ഓണാക്കി. ഷാനവാസ് ലക്ഷ്മീനെയും സാബുമാനെയും കൺവിൻസ് ചെയ്തു. അക്ബർ ആയിക്കോട്ടെ നമ്മുടെ നെവിനെയും ആര്യനെയും കൺവിൻസ് ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു പ്ലാൻ ഇട്ട് ബിഗ് ബോസ് അപ്പോഴേക്കും വിളിച്ചു, മിഡ് വീക്ക് എവിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ കാര്യം അറിയാത്തത് ആദില, നൂറ, അനുമോൾ, അനീഷ് എന്നിവർക്ക് മാത്രമാണ് അറിയാതിരുന്നത്. ടാസ്ക് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് അക്ബർ 1, ഷാനവാസ് 1. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് തരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ കുളമാക്കാൻ ശ്രമിച്ചു, ആര്യൻ കുളമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്ബറും ഷാനവാസും പൊളിയായിരുന്നു. കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ അക്ബർ മുന്നിട്ട് നിന്നത്, പക്ഷേ അഭിനയിക്കുന്ന കാര്യത്തിൽ ഷാനവാസ് അടിപൊളിയായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിച്ച് ആദിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അകത്തേക്ക് കയറിക്കോളൂ എന്ന്. അപ്പോൾ അവർ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നു, ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നല്ലതായിരുന്നു, എല്ലാവരുമായിട്ടൊരു ബോണ്ടിങ് എത്തി. പക്ഷേ അവിടെയും ഷാനവാസ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് രാത്രി ഇന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനി ഏത് വിധത്തിൽ പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇയാൾ വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കോ, മാനിപ്പുലേറ്റ് ചെയ്യോ, ഇവരതിനി ഏറ്റെടുക്കോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് ടു അക്ബർ, ഷാനവാസ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി കുത്തിത്തിരിപ്പിൻ്റെ ബാക്കി അടുത്ത ആഴ്ച മേ ബി കാണാൻ പറ്റുമായിരിക്കും. ഇതവർ വിശ്വസിക്കുമോ, നേരിട്ട് പോയി ചോദിക്കുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കൂടെ, എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ഒരാൾ പോകാനാണ് ചാൻസ്, അത് ലക്ഷ്മി ആവാനാണ് ചാൻസ്. അക്ബർ പോകുന്നുണ്ട്, നെവിൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിയാണ് പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നതും ചുമ്മാ കിടന്ന് ഇടപെടുന്ന ആൾക്കാർ. സോ ലക്ഷ്മി ആയിരിക്കും പോകുന്നത് എന്ന് കരുതുന്നു. സോ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.